ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ ഇത്രയും സമാധാനത്തോടുകൂടി ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടി ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. പതിയാരക്കര മുല്ലത്തുനട റഹ്മാനിയ ജുമാ മസ്ജിദിൽ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. റഹ്മാനിയ മസ്ജിദ് കമ്മിറ്റി അംഗങ്ങളെയും പുതിയ ഭാരവാഹികളെയും യോഗം തിരഞ്ഞെടുത്തു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ ഇത്രയും സമാധാനത്തോടുകൂടി ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടി ഏറെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. യുടെ ഉത്തരവിൻ പ്രകാരമാണ് ഇന്ന് നമുക്ക് പള്ളിക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു ജനറൽ ബോഡി വിളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ആവശ്യമായ സംരക്ഷണവും നമുക്ക് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മൾ സന്തോഷവരാണ്. നമ്മുടെ ദീനീ പ്രവർത്തനം നടത്തുക, അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ ആളുടെയും ആഗ്രഹവും ഉത്തരവാദിത്വവും. ആ നിലക്ക് ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പൂർവാധികം ഭംഗിയായി ഈ കമ്മിറ്റിയും ഈ മഹലും കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇരുവിഭാഗങ്ങൾ തമ്മിൽ അവകാശ തർക്കം നടന്ന ഇവിടെ പ്രശ്നസാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. ജനറൽ ബോഡി പൂർത്തിയാകും വരെ സ്ഥലത്ത് പോലീസ് നിലയുറപ്പിച്ചിരുന്നു. നാളുകൾക്ക് മുൻപ് ജുമാ നിർവഹണത്തെ ചൊല്ലി ഇവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് നമസ്കാരം തടസ്സപ്പെടുന്നതുൾപ്പെടെയുള്ള സ്ഥിതിയുണ്ടായി. നിലവിൽ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. ജനറൽ ബോഡി യോഗം സമാധാനപരമായാണ് പൂർത്തിയായത്. ശേഷം പോലീസ് സ്ഥലത്ത് നിന്നും മടങ്ങി.